ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം എന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. ജ്യൂസ് തയ്യാറാക്കാനായി ഒരു മീഡിയം സൈസിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് അരിഞ്ഞ് മാറ്റാം. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കണം. ഇതാ നല്ലൊരു കളറാണ് കേട്ടോ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് രണ്ട് നിറത്തിലുണ്ട്, വൈറ്റ് കളറിലുണ്ട്, ഈ റെഡ് കളറിലുണ്ട്. രണ്ടും നമുക്ക് ജ്യൂസ് അടിക്കാവുന്നതാണ്. പക്ഷേ തനിയെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ലാത്ത പോലെ തോന്നും. ഇത് ജ്യൂസ് അടിക്കാൻ ഉഷാറാണ് കേട്ടോ. ഞാനിത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് ഒഴിവാക്കിയെടുക്കാം. പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇതിൻ്റെ തൊലി നല്ല പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ടാണ്, അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി വേറെ തന്നെ ആയി കിട്ടും. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഡ്രാഗൺ ഫ്രൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം ചേർത്ത് കൊടുത്താൽ നമ്മുടെ ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ശേഷം പാലും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.